നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യാൻ പോണ രണ്ട് വെറൈറ്റി അവക്കാഡോകളാണ്. ഒന്ന് നല്ല നീളത്തിലുള്ളതും, ഇത് ശരിക്കും ആയിട്ടില്ല, ശരിക്കും മൂപ്പായിട്ടില്ല. അപ്പം ഞാൻ ഒന്ന് പൊട്ടിച്ചെടുത്താണ്. ഇത് ഒന്ന് വീണ് താഴെ പോയി പൊട്ടിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ട് വെറൈറ്റികളാണ്. ഇത് രണ്ടും നമ്മളെ നാട്ടിൽ തന്നെ കായ്ച്ചതാണ്, തിരൂർ പ്രദേശത്ത് എൻ്റെ അയൽവാസിയിൽ. രണ്ട് വീട്ടിൽ നിന്നാണ്. ഇപ്പോൾ നമുക്ക് ഇത് എടുത്തിട്ട് നമ്മളെ ഇതിമേൽ ഗ്രാഫ്റ്റ് ചെയ്യാനാണ്. ഇത് നാടൻ തൈയാണ്. ഇതിമേ 10-20 വർഷമായി, ഇതുവരെ കായ്ച്ചിട്ടില്ല. അപ്പോൾ ഒന്ന് ഗ്രാഫ്റ്റ് ചെയ്ത് നോക്കാം നമുക്ക്. ഞാൻ പറയൂട്ടാ, ഇതേപോലെ കട്ട് ചെയ്തിട്ട് 2 വര കൊടുക്കുക. ഇതേപോലെ നല്ലതുപോലെ ഉള്ളിലേക്ക് തട്ടാതെ തൊലി മാത്രം ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഒന്നെങ്കിൽ കത്തി അല്ലെങ്കിൽ നമുക്ക് സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് വെറുതെ ഒന്നിങ്ങനെ തിക്കി കൊടുത്താൽ മതി. നല്ല കറക്റ്റായിട്ട് ഇതാ ഇതേപോലെ കിട്ടും. ഒരു കുഴപ്പമില്ലാതെ കിട്ടും, നല്ല ഫിനിഷായിട്ട്. നമ്മൾ കത്തിയിട്ട് ആദ്യം ഒന്നിങ്ങനെ വരച്ചു കൊടുക്കുക. നമുക്ക് വേണ്ട ഇതുപോലെ ഇതേപോലെ. എന്നിട്ട് സ്ക്രൂ ഡ്രൈവർ എടുക്കുക. സ്ക്രൂ ഡ്രൈവർ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും, ഇല്ലെങ്കിൽ ഒന്ന് പുറത്തുനിന്ന് വാങ്ങിയാൽ മതി. കണ്ടോ, നല്ല ഷാർപ്പായിട്ട് നല്ല ക്ലിയറായിട്ട് കിട്ടും. അപ്പോൾ അതിലെന്തെങ്കിലും കച്ചറുണ്ടെങ്കിൽ എടുത്തു കൊടുക്കുക. ഇതാർക്കും വീട്ടിൽ ചെയ്യാം. ഇതിനിപ്പോൾ ഒരാളെ വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല മൂർച്ചുള്ള കത്തി ഉണ്ടായാൽ മതി. എന്നാൽ ആർക്കും ചെയ്യാം, നല്ല ഈസി ആയിട്ട് ചെയ്യാം. അതേപോലെ തൊലി മാത്രം കട്ട് ചെയ്തെടുത്താൽ മതി. 2 വര കൊടുക്കുക ഇതേപോലെ. എന്നിട്ട് സ്ക്രൂ ഡ്രൈവർ എടുക്കുക, അതിൻ്റെ തൊലി ഇതാ. അങ്ങനെ ചെയ്താൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഇനി ഇതിൽ ഓരോ ഇതിലും നമ്മളെ സയോണുകൾ, അതായത് കായ്ക്കണ അവക്കാഡോയുടെ കൊമ്പുകൾ നമുക്കിതിൽ വെച്ചു കൊടുത്താൽ മതി. എല്ലാ കൊമ്പുമ്മലും ഇതേപോലെ ടാപ്പ് ചുറ്റി കൊടുക്കുക, നമ്മളെ ഗ്രാഫ്റ്റിംഗ് ടാപ്പ്. അല്ലെങ്കിൽ നമ്മളെ സിപ്പപ്പിൻ്റെ കവർ ചെയ്താലും മതി. എൻ്റെ കയ്യിലിപ്പോൾ അത് സ്റ്റോക്കില്ല, അത് തീർന്ന്. അപ്പോൾ ഞാൻ അതേപോലെ ചെയ്യണത്. ഇത് കണ്ടില്ലേ, ഇതേപോലെ എല്ലാത്തുമ്മലും ചുറ്റി കൊടുക്കുക. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ അവിടെ നിന്നോളും. ഗ്രാഫ്റ്റ് ചെയ്യാൻ നമുക്ക് വേണ്ടത് ഇതാ, നല്ലൊരു കത്തി വേണം. അതേപോലെ ഗ്രാഫ്റ്റിംഗ് ടാപ്പ്, ഇത് കുറച്ച് വീതിയുള്ളതാണ് നമ്മുടെ കയ്യിൽ. പിന്നെ എല്ലാവരും ഇതാണ് സാനിറ്റൈസറാണ് ഉപയോഗിക്കൽ. ഞാനിവിടെ ബോഡി സ്പ്രേ ആണ് എടുത്തിട്ടുള്ളത്. അത് നമ്മളെന്ത് ചെയ്യുക, എപ്പോഴും ഇത് ചെയ്യണതിൻ്റെ മുമ്പ് കത്തിമലും നമ്മളെ കയ്യിലും ഒന്ന് അടിച്ചു കൊടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് ഇതാ, നല്ലൊരു മെഴുക്. ഞാൻ ലാസ്റ്റ് കാണിച്ചിട്ടുണ്ട് മെഴുകിൻ്റെ ഉപയോഗം എന്താണ്. അതൊന്ന് അതവിടുന്ന് ചെത്തിയിട്ടാണ് കയറിയാൽ മതിയാ. നമ്മളെ സയോൺ എടുത്തിട്ട് അതേപോലെ നല്ല ചെറുതായിട്ട് ചെത്തി കൊടുക്കുക. ഒരു സൈഡ് നല്ല ചെത്തി കൊടുക്കുക, മറ്റേ സൈഡ് ഇതാ അതേപോലെ ചെറുതായിട്ടൊന്ന് ചെത്തിയാൽ മതി. ഇത്ര പണിയുള്ളൂ. ഇതാർക്കും ചെയ്യാൻ പറ്റുന്നതാണ്, വലിയ അറിവൊന്നും വേണ്ട. അതേപോലെ ചെയ്താൽ മതി. എന്നിട്ട് ഇതാ നമ്മൾ ചെത്തി കൊടുത്തിട്ടുള്ള ആ തൊലിൻ്റെ അടിയിലേക്ക് ഇത് ഇറക്കി കൊടുക്കുക. അതിങ്ങോട്ട് കയ്യേറ്റ് വെറുതെ ഒന്ന് വലിച്ചാൽ മതി, അപ്പോൾ അങ്ങോട്ട് കിട്ടും. ഇതേപോലെ വെച്ചുകൊടുത്താൽ പിന്നെ അതവിടെ സെറ്റായിട്ടുണ്ടാവും. വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താലും മതി. അതൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക.
ഇതിൻ്റെ ഉള്ളിൽ കൈ ടച്ച് ചെയ്യാൻ പാടില്ല, അപ്പോൾ അതിൻ്റെ അത് സക്സസ് ആവില്ല. കണ്ടോ, ഇതവിടെ നിന്നോളൂ. എല്ലാതും ഇതിലിറക്കി വെച്ച് കൊടുക്കുക. ഒരു കൊമ്പുമ്മത്തെ ഏകദേശം ഫുള്ളായിട്ട് തീർന്നു. ഇനിയിപ്പോൾ ഇതിമലാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിമൽ ഇതൊക്കെ കട്ട് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ തൊലിഭാഗം ഉണ്ടല്ലോ, കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിക്ക് ഇങ്ങനെ ഇറക്കി വെച്ച് കൊടുത്താൽ മതി. ഇതാർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിനൊന്നും ഇപ്പോൾ ഒരാളെ വിളിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഫ്രീ ആവണ നേരത്ത് നല്ല സ്വയം കിട്ടുകയാണെങ്കിൽ ഇതേപോലെ ചെയ്യും. ഇതേപോലെ ചുറ്റി കൊടുക്കുക. കൈ മുറിയാതെ നോക്കണം നമ്മൾ, വേറെ കുഴപ്പമൊന്നുമില്ല. ചെറിയ കൊമ്പാണ് ചീറ്റി കൊടുക്കുക. അപ്പോൾ ഏകദേശം എല്ലാതും നമ്മൾ ഒരേപോലെ വെച്ചിട്ടുണ്ട്. സയോണൊക്കെ ക്ലിയർ ആക്കിയിട്ടുണ്ട്. നല്ല ടൈറ്റാക്കിയിട്ട് ടാപ്പ് ചുറ്റി കൊടുക്കും. അതേപോലെ നല്ല വലിച്ചിട്ട്, ചിലതിങ്ങനെ സൈഡിലേക്ക് നിൽക്കുന്നുണ്ടാവും, അതൊക്കെ ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ ഉള്ളിലേക്ക് പോയിക്കോ ചുറ്റുമ്പോൾ തന്നെ. നമ്മൾ ഒരു കൊമ്പുമ്മൽ, ഒരു മരത്തുമ്മ 2 കൊമ്പുമ്മ ചെയ്തിട്ടുണ്ട്. ഏകദേശം സെറ്റായിട്ടുണ്ട് വർക്കുകളൊക്കെ. മതി. നമുക്കിതിൻ്റെ ഒക്കെ സൈഡിൽ ഹണി മെഴുകുണ്ടല്ലോ, അതിങ്ങനെ വെച്ച് കൊടുക്കുക. അങ്ങനെ ഇത് ചെയ്താൽ ഇതിലുള്ള വെള്ളം ഇറങ്ങണതൊക്കെ ഒഴിവായി കിട്ടും. മഴക്കാലമായാലും അല്ലെങ്കിൽ ഹ്യൂമിഡിറ്റി ഉണ്ടായിട്ട് ഇതിൽ വെള്ളം നിൽക്കും ചെറുതായിട്ട്. അപ്പോൾ അതൊക്കെ ഈ ഗ്യാപ്പിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മളെ ഇത് ചിലപ്പോൾ വിജയിക്കൂല. ഗ്രാഫ്റ്റിങ്ങേ ഇതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം ഇറങ്ങിയാൽ ചിലപ്പോൾ അത് കേടുന്നു പോകും. നമ്മളാ പണിയെടുത്തതൊക്കെ കൊടുത്താവും. ഇതിൻ്റെ സൈഡിലൊക്കെ അതേപോലെ എല്ലാം പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പിന്നെ 90% നമ്മളിത് ചെയ്ത് സക്സസ് ആവും. അതേപോലെ ഇത് കാണില്ലേ, കറക്റ്റ് ഒരു ഗ്യാപ്പ് പോലും ഇല്ലാതെ ഇതിമേലപ്പോൾ ചെയ്തത് 10-20 കൊല്ലം